കൺവെൻഷന്റെ ചുമതലക്കാരോടുള്ള പ്രത്യേക കടപ്പാടും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ വൈകുന്നേരത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള തിരുവചനം നമുക്ക് വായിക്കാം. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ് ഉണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിപ്പാതിരിപ്പാനും കൽപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദുർസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാടിയായി പൊർക്കോസ് ക്രിസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ലിഖിതങ്ങളുടെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവെ, ഈ വൈകുന്നേരത്തെ ഞങ്ങളുടെ ധ്യാനം അടിയങ്ങൾക്ക് അനുഗ്രഹവും ദൈവതിരുനാമത്തിന്റെ മഹത്വത്തിന് മുഖാന്തരവുമാക്കി തീർക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിന്റെ മുമ്പാകെ ഇരുന്ന് ലൂക്കോസ് വളരെ ഭംഗിയായി 5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ള സന്ദർഭമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഫെലിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫെലിക്സ് ഒരു റോമൻ ഗവർണറായിരുന്നു, ദേശാധിപതിയായിരുന്നു എന്നാണ് നമ്മൾ ഈ തിരുവചനത്തിൽ വായിക്കുന്നത്. ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ വചനത്തിലേക്ക് നോക്കുകയാണ്. ഇന്ന് ഈ വചനം ധ്യാനിക്കുന്ന സമയം നമ്മുടെ ജീവിതവുമായി ഈ വ്യക്തിയെ ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ നമുക്കിടയാകണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവ വചനത്തെക്കുറിച്ച് ഏറ്റവും നല്ല രൂപകങ്ങളിൽ ഒന്ന്, അത് നമുക്ക് നമ്മെ തന്നെ കാണാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള മനോഹരമായ ഒരു നിലക്കണ്ണാടിയാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾവേസ് എ മിറർ. നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നമ്മളെ തന്നെ കാണും. 2 തരത്തിലാണ് നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നത് എന്നാണ് പറയുക. ഒന്ന്, നമ്മൾ ആയിരിക്കുന്നത് പോലെ നമ്മെ കാട്ടിത്തരും. 2, നാം ആയിരിക്കേണ്ട അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കാട്ടിത്തരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്താണ് എന്നും നമ്മൾ ആയിരിക്കേണ്ടുന്ന അവസ്ഥ എന്താണ് എന്നും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുഴുവൻ അർത്ഥവും അതിന്റെ സ്വാധീനവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തില് നമ്മൾ വായിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ മുഖവുര പറഞ്ഞപ്പോഴും
ഈ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു ടൂൾ ഞാൻ അന്വേഷിച്ചപ്പോഴും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. സൂചിപ്പിച്ചു ദൈവവചനം നമുക്കൊരു കണ്ണാടിയാണ്. അപ്പോൾ ദൈവവചനം നിലക്കണ്ണാടിയാണ് എന്ന് നമുക്ക് സൂചിപ്പിച്ചു തരുന്ന ഒരു വേദവാക്യമാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഈ കണ്ണാടിക്കകത്ത് നമ്മെ തന്നെ കാണാനായിട്ടുള്ള ഒരു ദൈവകൃപ നമുക്ക് തരുകയാണ്. മലയാള സാഹിത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ എഴുത്തുകാരൻ ആനന്ദിന്റെ മനോഹരമായ ഒരു പരികൽപ്പനയുണ്ട്, ഒരു ഭാവന. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കണ്ണാടിയിൽ ചില ആളുകൾ നോക്കുമ്പോൾ അവർ അന്ധരാണ്. രണ്ടു തരം അന്ധതയെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരൊരിക്കലും കണ്ണു തുറക്കാറില്ല. കണ്ണാടിയുടെ മുമ്പിൽ കണ്ണു തുറക്കാതെ ഇരുന്നാൽ ഒരിക്കലും തങ്ങൾ എങ്ങനെയാണ് എന്ന് കണ്ണാടിയിൽ കാണുകയില്ല. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണു തുറക്കണം. നമ്മുടെ കണ്ണു തുറന്ന് നമ്മെ തന്നെ കാണാനായിട്ട് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു തരം അന്ധതയുണ്ട്. ആ അന്ധത കണ്ണാടിയുടെ മുമ്പിൽ മാത്രമേ അവർ കണ്ണു തുറക്കൂ എന്നുള്ളതാണ്. വേറെ അവരൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. കണ്ണാടിയുടെ മുമ്പിൽ മാത്രം കണ്ണു തുറക്കുന്നവർ അവരെ തന്നെ കാണുമ്പോൾ അവര് നല്ല സുന്ദരരാണ് എന്നവർ വിചാരിച്ചു പോകും എന്നുള്ളതാണ് അതിന്റെ വിഷമം. പ്രിയപ്പെട്ടവരെ, തങ്ങളെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് അവർ ആത്മരതിയുള്ളവരാണ് എന്ന്. അവർ തങ്ങളിൽ തന്നെ വളരെ സന്തോഷിക്കുന്നവർ, തങ്ങളുടെ പ്രതിരൂപത്തെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ശുദ്ധമായ അച്ചസ്ഫടികമായ വെള്ളത്തിനകത്ത് തന്റെ പ്രതിരൂപം കണ്ടിട്ട് ഒരു മനുഷ്യൻ ആ പ്രതിരൂപത്തോട് പ്രേമം തോന്നി ആ പ്രതിരൂപത്തെ കെട്ടിപ്പിടിച്ചു കിടക്കാനായിട്ട് താല്പര്യപ്പെട്ടു എന്ന് ഒരു പഴയ ഗ്രീക്ക് മിഥോളജിയിലെ ഒരു കഥാപാത്രമുണ്ട്. അയാളുടെ പേര് നാർസിക്കസ് എന്നായിരുന്നു. അയാളെ തന്നെ അയാളുടെ പ്രതിരൂപം കണ്ട് ആ പ്രതിരൂപത്തെ ആലിംഗനം ചെയ്ത് കിടക്കാൻ താല്പര്യപ്പെട്ടു. വെള്ളത്തിനകത്തേക്ക് ഊളയിട്ട് പോയി കെട്ടിപ്പിടിച്ച് കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി പൊങ്ങി വന്നു, ജീവനോടെയല്ല, കാരണം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. സ്വയം തങ്ങളെ മാത്രം സ്നേഹിക്കുന്ന, മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാത്ത അത്തരം ഒരു അന്ധത മനുഷ്യ ജീവിതത്തെ വല്ലാതെ അപകടപ്പെടുത്തി കളയും. അതിനാണ് നാർസിസിസം, സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്വയ സ്നേഹത്തിൽ മാത്രം ഇരിക്കുന്ന ആളുകളാണ്. എന്നാൽ മറ്റേ അന്ധത കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കണ്ണാടിയുടെ മുമ്പിൽ കണ്ണു തുറക്കാൻ ഒരിക്കലും അനുവദിക്കാതെ തങ്ങളെ തന്നെ കാണാൻ ഒരിക്കലും താല്പര്യപ്പെടാതിരിക്കുന്ന ആളുകളുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ നമ്മളെ കാണണം. ഒത്തിരി കാലത്തിന് മുമ്പ് ഞാൻ കേട്ട മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഇങ്ങനെയാണ്: വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്ത ഒരു പണിതീരാത്ത ശില്പമാണ് ഞാൻ, നിൻ കരത്താൽ എന്നെ പണിയണമേ, നിന്റെ സാദൃശ്യം എനിക്ക് പകരണമേ. ഞാൻ വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുക്കപ്പെട്ട ഒരു പണിതീരാത്ത ശില്പമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രായത്തിന്റെ അവസ്ഥയിലുള്ള ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പണിതീരാത്ത ശില്പങ്ങളാണ്. നിങ്ങൾ പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നെക്കുറിച്ച് ഞാൻ പറയുന്നു, ഞാനൊരു പണിതീരാത്ത ശില്പമാണ്. ജേക്കബ് ജോർജനൊക്കെ 37 വർഷം മുമ്പാണ് എന്നെ ആദ്യമായി കണ്ടതെന്നാണ് എന്റെ വിചാരം. അപ്പോൾ ഈയിടെ അച്ഛൻ പറഞ്ഞു 37 വർഷം മുമ്പ് കണ്ടതിനേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടെ സുന്ദരനായിട്ടുണ്ട് എന്ന്, എന്നെ കണ്ടിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ട് എന്ന്. അത് ശരിയാണ് എന്നാണ് എന്റെ വിചാരം. 37 വർഷം മുമ്പ് കണ്ട ആളല്ല ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ സുന്ദരനായിരിക്കുന്നു എന്നെനിക്കൊരു തോന്നലുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ സൃഷ്ടാവ് എന്റെ മേൽ തന്റെ കരം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 90 വയസ്സുള്ള ഒരമ്മച്ചിയെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാറുണ്ട്. സാധാരണ അമ്മച്ചി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അമ്മച്ചിയുടെ അടുത്ത് ഒരു കോളേജ് കുമാരി, നന്നായിട്ട് ഒരുങ്ങി ചമഞ്ഞ ഒരു കൊച്ച്, അവളുടെ മുടിയൊക്കെ നന്നായിട്ട് കുട്ടപ്പ് ചെയ്ത്, അവൾ മസ്കാര എഴുതി, ഐഷാഡോ എഴുതി, പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് നല്ല സുന്ദരിയായിട്ട് അവള് സ്വയം ചമഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. 90 വയസ്സുണ്ട് ഈ അമ്മച്ചിക്ക്. പക്ഷെ മുഖത്തോട്ട് നോക്കിയപ്പോൾ നല്ല ഐശ്വര്യം. അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഈ കൊച്ചു പറഞ്ഞു, ഗ്രാൻഡ്മ യു ലുക്സ് ക്യൂട്ട്. അമ്മച്ചി കണ്ടിട്ട് സുന്ദരിയായിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നോ വണ്ടർ മൈ ചൈൽഡ്. അതിനകത്ത് എന്താ ഇത്ര അത്ഭുതം എന്റെ മോളെ? കഴിഞ്ഞ 90 വർഷമായി എന്റെ സൃഷ്ടാവ് തന്റെ കരം എന്റെ മേൽ ഇങ്ങനെ
ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സൃഷ്ടാവിന്റെ ഹിതത്തിന് അനുസരണമായി ഞാൻ രൂപപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? നമ്മൾ ദൈവസ്വരൂപത്തിന് അനുരൂപരായിത്തീരുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വേദവാക്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം ആ വാക്യം എന്താണെന്ന്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി തേജസ്സാകുന്ന കർത്താവിന്റെ ആ രൂപസാദൃശ്യത്തിലേക്ക് നമ്മൾ ദിവസം തോറും ഫ്രം ഡിഗ്രി ടു ഡിഗ്രി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ അതേ രൂപമായി രൂപാന്തരപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ വാര്യാപുരം കൺവെൻഷന് വൈകുന്നേരം വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ ആശംസ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 51-ാമത്തെ കൺവെൻഷൻ നമ്മൾ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിരൂപമായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയിൽ കർത്താവിനോടുകൂടെ അല്പം കൂടെ ചേർന്ന് വരുന്ന അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുന്ന ഒരു ഭാഗ്യം നമുക്കുണ്ടാവണം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം മ്യൂറൽസിൽ ഇങ്ങനെ പെയിന്റിങ്ങിൽ ചിത്രീകരിക്കാൻ ഒരു മനുഷ്യൻ വർഷങ്ങളായി ശ്രമിച്ചു എന്നാണ്. അയാൾ അങ്ങനെ കൊച്ചുനാളത്തെ യേശുവിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് ഒരാളിനെ ഒരു മാതൃകയാക്കി ഒരു മോഡലാക്കി മുമ്പിൽ വെച്ചു. അവനെ നോക്കി വരയ്ക്കുകയാണ്. യേശുവിന്റെ മുഖം ഈ നിഷ്കളങ്കനായ കുഞ്ഞിന്റെ മുഖം പോലെ ഇരിക്കും എന്ന് വിചാരിച്ച കുഞ്ഞിനെ മോഡലാക്കി ചിത്രം വരയ്ക്കുകയാണ് അത്രേ. ആ ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞു. ഏറെ കാലത്തിന് ശേഷവും യേശുവിന്റെ ജീവചരിത്രം മുഴുവൻ വരച്ചു തീരുന്നില്ല. അപ്പോൾ കർത്താവിന്റെ അവസാന കാലം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദായുടെ ചിത്രം വരയ്ക്കണം. അങ്ങനെ യൂദായുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഒരു മോഡലിനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരുത്തനെ കണ്ടു. ആളിനെ കണ്ടപ്പോൾ ഇയാളുടെ മുഖം കൊള്ളാമെന്ന് തോന്നി, യൂദായ്ക്ക് ചേരുന്നതാണ് എന്ന് തോന്നി. അയാളോട് പറഞ്ഞു, മുമ്പിൽ വന്ന് ഇരുന്ന് തരാമോ, എനിക്കൊരു ചിത്രം വരയ്ക്കാനായിട്ടാണ്. ഏത് ചിത്രമാണ് വരയ്ക്കാനുള്ളത് എന്നെ കൊണ്ട്? അപ്പോൾ അയാൾ എന്നെ സത്യം പറഞ്ഞു, ഞാൻ യേശുവിന്റെ ജീവചരിത്രം വരയ്ക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു രൂപഭാവം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യൂദായെ ചിത്രീകരിക്കാൻ വേണ്ടിയാണ്. അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. പൊട്ടിക്കരയാനുള്ള കാരണം, കുറേയേറെ കാലം മുമ്പ് യേശുവിന്റെ രൂപം വരയ്ക്കാൻ ഇയാളെയാണ് മാതൃകയാക്കി വെച്ചിരുന്നത് അത്രേ. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ അയാളുടെ മുഖമൊക്കെ ഇപ്പോൾ യൂദായുടെ മുഖമായി തീർന്നിരിക്കുകയാണ്. അൺബിക്കമിങ് എന്ന് പറയും. അൺബിക്കമിങ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവ പൈതലിന്റെ അഴിഞ്ഞു പോകൽ, ഒരു ദൈവ പൈതലിന്റെ രൂപമാറ്റം, ഒരു ദൈവ പൈതല് പൈശാചികമായ രൂപഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവനായി മാറിപ്പോകുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളാക്കി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ ആമുഖ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പറയുകയാണ്. 2 സാധ്യതകളാണ് ഇപ്പോൾ വാര്യാപുരത്ത് കൺവെൻഷന് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്, വചനം പ്രസംഗിക്കുന്ന എനിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് എന്ന് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളോട് പറയുന്നു. ഒന്നുകിൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാണ്. നമുക്ക് ഈ ലോകത്തിന്റെ താടിയും മോടിയും, ഈ ലോകത്തിന്റെ രൂപവും ഭാവവും, ഈ ലോകത്തിന്റെ സ്വഭാവവും നമുക്കുണ്ടായിപ്പോകും. അല്ല എങ്കിൽ നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാണ്. Either we will be conformed to this world and worldly things, or we will be transformed. 2 വാക്കുകളാണ്. ഒന്ന് കൺഫോമിങ്, മറ്റേത് ട്രാൻസ്ഫോമിങ്. ഞാൻ ഇന്ന് ആശംസിക്കുന്നത് നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ, എനിക്കും നിങ്ങൾക്കും ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണമെന്ന്. ആ ട്രാൻസ്ഫർമേഷന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്റെ ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ വലിയ സാധ്യതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മുമ്പേ പോയ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ യേശുവിന്റെ രൂപത്തോട്, യേശുവിന്റെ ഭാവത്തോട് എനിക്ക് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ നീ തന്നിരിക്കെ, കർത്താവെ, ഈ ലോകത്തിനും ഈ ലോകത്തിന്റെ
സ്വഭാവങ്ങൾക്കും അനുരൂപരായി പോകാൻ ഇടയാകല്ലേ എന്ന് മനഃപൂർവ്വമായി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഈ സാധ്യത തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നന്മയുടെ സാധ്യത, നന്മയിലേക്ക് വളരുവാൻ, നന്മയുടെ രൂപഭാവങ്ങൾ, നന്മയുടെ മൂർത്തിഭാവം അതായിത്തീരുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഫെലിക്സ് എന്ന് പറഞ്ഞ അധികാരി, അയാളൊരു അധികാരിയായിരുന്നു. ഹി വാസ് എ റൂളർ, ഹി വാസ് എ ഗവർണർ. അയാളൊരു ഗവർണറായിരുന്നു, ദേശാധിപതിയായിരുന്നു, അദ്ദേഹം അധികാരിയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ ഈ ലൂക്കോസിന്റെ തൂലിക തുമ്പിൽ അയാൾ ഇപ്പോൾ ന്യായം വിസ്തരിക്കപ്പെടുകയാണ്. മറക്കരുത്, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികാരിയായിരുന്നവൻ, ന്യായം വിധിക്കുവാൻ വിധിക്കപ്പെട്ടവൻ ഇപ്പോൾ ന്യായവിസ്താരം നടത്തപ്പെടുകയാണ്. അയാളെ കുറിച്ച് ന്യായവിസ്താരം നടത്തുകയാണ്. ലൂക്കോസ് എന്ന ഈ സുവിശേഷകൻ തന്റെ തൂലിക അതിമനോഹരമായി ചലിപ്പിച്ച് ഈ അധികാരിയെ, അധികാരസ്ഥനെ ഇപ്പോൾ ന്യായം വിധിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ഫെലിക്സിനെ കുറിച്ചുള്ള ഈ ചിന്തകളുടെ ആരംഭമായി ഞാൻ പറയുന്നു, ന്യായം വിസ്തരിക്കപ്പെടുന്ന ന്യായാധിപൻ. ന്യായം വിസ്തരിക്കപ്പെടുന്ന ന്യായാധിപനാണ് ഈ ഫെലിക്സ്. അല്ലെങ്കിൽ ഞാൻ പറയും, ആധികാരികത നഷ്ടപ്പെട്ട അധികാരിയാണ്. ആധികാരികത നഷ്ടപ്പെട്ട അധികാരിയാണ്. അയാൾക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷേ അയാളുടെ ആധികാരികത നഷ്ടപ്പെട്ടു പോയി. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട ഒരാളായി അദ്ദേഹം തീരുകയാണ്. 6 വാക്യങ്ങളോ 5 വാക്യങ്ങളോ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫെലിക്സിനെ കുറിച്ച് ഒത്തിരി നന്മകൾ പറയാൻ വേണ്ടിയല്ല, പിന്നെ ഫെലിക്സിന് സംഭവിച്ച ചില അപജയങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാനായിട്ടാണ്. അതുകൊണ്ട് ന്യായാധിപൻ ന്യായം വിസ്തരിക്കപ്പെടുന്നു. അധികാരസ്ഥൻ ഇപ്പോൾ അയാളുടെ ആധികാരികത നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരാളായി നമ്മൾ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്നെയും നിങ്ങളെയും ഒരുപോലെ ദൈവസന്നിധിയിൽ വെച്ച് ഒരു കാര്യം വ്യക്തമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചില അധികാരങ്ങൾ ഉള്ളവരാണ്. ഇവിടെ അധികാരമില്ലാത്ത ആരുമില്ല. എന്തെങ്കിലുമൊക്കെ അധികാരം നമുക്കൊക്കെ ഉണ്ട്. എന്ത് അധികാരമാണ് നമുക്കുള്ളത്? വീട്ടിൽ അപ്പൻ എന്നുള്ള തരത്തിൽ ഒരധികാരമുള്ള അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മ എന്നുള്ള തരത്തിൽ ഒരു അധികാരമുള്ള അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അധ്യാപകർ, അധ്യാപികമാർ എന്നുള്ള തരത്തിൽ ചില അധികാരങ്ങളുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ, ഒരു ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ ചില അധികാരങ്ങളുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പട്ടക്കാർക്ക് പട്ടക്കാരെന്നുള്ള തരയിലുള്ള ചില അധികാരങ്ങളുണ്ട്. നമ്മുടെ ബിഷപ്സിന് ബിഷപ്പുമാരെന്നുള്ള തരത്തിലുള്ള ചില അധികാരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ അധികാര സ്ഥാനങ്ങളും ദൈവവചനത്തിന്റെ മുമ്പിൽ ന്യായം വിസ്തരിക്കപ്പെടുകയാണ്. നമ്മൾ മറക്കരുത്, എല്ലാ അധികാര സ്ഥാനങ്ങളും ദൈവവചനത്തിന്റെ മുമ്പിൽ ന്യായം വിസ്തരിക്കപ്പെടുകയാണ്. തലമുറകൾ എഴുന്നേറ്റ് നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഹല്ലേലൂയ. തലമുറകൾ എഴുന്നേറ്റ് നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് ഒരമ്മയെ കുറിച്ച് പറഞ്ഞു. നമ്മളെ കുറിച്ച് പറയുന്നു. തലമുറകൾ എഴുന്നേറ്റ് നമ്മളെ കുറിച്ച് എന്തു പറയും? പിതാക്കന്മാരെ, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ എന്ത് പറയും? കുറെ കഴിയുമ്പോൾ ഞാനൊരു അച്ഛൻ എന്നുള്ള നിലയിൽ, ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്റെ ജനം എന്നെ കുറിച്ച് എങ്ങനെ ന്യായം വിസ്തരിക്കും? ഞാൻ ന്യായം വിസ്തരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ മുഖത്ത് ന്യായം വിസ്തരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മറക്കരുത്. നിരന്തരം ന്യായം വിധിക്കപ്പെടുന്നവരായിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെയും ദൈവിക സ്വാധീനത്തിന്റെയും അധികാരം ഉൾക്കൊണ്ടവരായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ തത്വം പറഞ്ഞു പോകുകയല്ല, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകരുത്. വേദപുസ്തകം കഴിഞ്ഞാൽ ലോക ആത്മീയ ഗോളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം. ജോൺ ബെനിയൻ എഴുതിയ അതിമനോഹരമായ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവരിവിടെ ഒരുപാട് പേരുണ്ടാവാം എന്നാണ് എന്റെ വിചാരം. അല്ല എങ്കിൽ എപ്പോഴെങ്കിലും ഈ ആയുസ്സിൽ അതൊന്ന് വായിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കാരണം പരദേശി മോക്ഷയാത്ര ചർച്ച ചെയ്യുന്ന വിഷയം
നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ്. ക്രിസ്ത്യാനി എന്നാണ് അവന്റെ പേര്. ആ ക്രിസ്ത്യാനി യാത്ര ചെയ്യുന്നത് നശിച്ചു പോകുന്ന നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്കാണ്. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ എവിടെയോ അയാൾ ഒന്ന് വിശ്രമിച്ച് എഴുന്നേറ്റ് അയാൾ മുന്നോട്ട് പോയപ്പോൾ അയാൾക്ക് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു ഉപദേശി, ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ അയാളോട് സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് നാശപട്ടണത്തിൽ നിന്നും മോക്ഷപട്ടണത്തിലേക്ക് അയാൾ യാത്ര ആരംഭിച്ചത്. അപ്പോൾ അയാളുടെ കയ്യിൽ യേശുവിന്റെ രക്തത്താൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു അധികാരപത്രം കൊടുത്തിരുന്നു. ആ അധികാരപത്രവും കയ്യിലെടുത്തുകൊണ്ടാണ് അയാൾ യാത്ര ചെയ്തത്. പക്ഷേ അയാൾ എവിടെയോ ഇടത്താവളത്തിൽ വിശ്രമിച്ചപ്പോൾ, അവിടെ കിടന്നുറങ്ങി എഴുന്നേറ്റ് പോയപ്പോൾ ഈ അധികാരപത്രം മറന്നുപോയി. കയ്യിൽ അധികാരപത്രമില്ലാത്തവനായി അപ്പല്യോന്റെയും ബേൽസബൂലിന്റെയും സാത്താന്റെയും മുമ്പിൽ പതറിപ്പോകുന്ന ഒരുവനായി ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സുവിശേഷകൻ വീണ്ടും ചോദിക്കുന്നു, എവിടെ നിന്റെ അധികാരപത്രം? എവിടെ നിന്റെ അധികാരപത്രം? ഹാവ് യു ലോസ്റ്റ് യുവർ ക്രെഡൻഷ്യൽസ്? നിന്റെ അധികാരപത്രങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്, വേർ ആർ യുവർ ക്രെഡൻഷ്യൽസ്? എവിടെയാണ് നിന്റെ അധികാരപത്രങ്ങൾ? ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? ഹാവ് യു മിസ്പ്ലേസ്ഡ് ഇറ്റ്? അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും മറന്നുപോയിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുക. എങ്കിൽ നമുക്ക് വീണ്ടും ഈ അധികാരപത്രം എടുക്കണം, എന്നിട്ട് യാത്ര ചെയ്യണം. നമ്മളിപ്പോ ഇത് 51ാമത് കൺവെൻഷനാണ് കേട്ടോ, 51ാമത് കൺവെൻഷനാണ്. അപ്പൊ ഇപ്പോ എല്ലാ ആളുകളും ചോദിക്കുന്നത്, കേട്ടിട്ട് എന്ത് ഗുണമുണ്ടായി, ആർക്കെങ്കിലും വല്ല മാറ്റം വന്നോ എന്നാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവരും അങ്ങനെ ചോദിക്കും, എനിക്ക് എന്ത് മാറ്റം വന്നു, എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, എപ്പോഴൊക്കെയോ ജീവിതത്തിന്റെ അധികാരപത്രം നഷ്ടപ്പെട്ടു പോയിരുന്ന സ്ഥാനങ്ങളിൽ ആ അധികാരപത്രം തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചു കഴിഞ്ഞ 51 വർഷക്കാലത്തെ ഈ കൺവെൻഷൻ എന്നാണ് എന്റെ വിചാരം. ജീവിതത്തിന് ഒരു പുതുക്കം കണ്ടെത്തുവാൻ തക്കവണ്ണം, ദൈവത്തോടുകൂടെ അനുഗ്രഹം കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. എന്നോടിപ്പോ ഒരാൾ ചോദിക്കുകയാണ്, 63 വയസ്സായല്ലോ, ഏത് വർഷം കഴിച്ച ഏത് ഭക്ഷണമാണ് ഏറ്റവും നന്നായിട്ട് ഈ ശരീരത്തിന് നന്നായത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാണ്? എനിക്കൊരു മറുപടിയും പറയാനില്ല. ചെറുപ്പകാലം മുതൽ ചേമ്പ് ചുട്ടു തിന്നതും കപ്പ ചുട്ടു തിന്നതും പിന്നെ അങ്ങനത്തെ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചതുമൊക്കെ ഞാൻ കഴിച്ച് എൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയിൽ, എൻ്റെ ദഹന വ്യവസ്ഥയിൽ അതെന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. എൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയിൽ അത് വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ സഹായിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും കോട്ടുവാ വിട്ടുകൊണ്ടിരിക്കരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് എന്തിന് ഈ പാഴ്ചെലവെന്ന് വിചാരിച്ചിരിക്കരുത്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അധികാരപത്രത്തെ വീണ്ടെടുക്കാൻ, ഹല്ലേലൂയ, നമ്മുടെ ഒരു ജീവിത പ്രയാണം വീണ്ടും നടത്താൻ കർത്താവിനോടുകൂടെ, കർത്താവിന്റെ അധികാരത്തോടുകൂടെ ദൈവമക്കളായി, സിയോൻ സഞ്ചാരികളായി, ഹല്ലേലൂയ, സിയോൻ സഞ്ചാരികളായി നമുക്ക് അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം തമ്പുരാന്റെ കൃപ ദൈവം നമുക്ക് പകരുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഈ പന്തലിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. അധികാരപത്രം നഷ്ടപ്പെട്ടവരായിട്ടല്ല. എന്റെ ദൈവമേ, ഞാൻ വീണുപോയാൽ തിരുമുഖത്തേക്ക് നോക്കി വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ഉള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോ നമ്മളൊക്കെ നിരന്തരം ന്യായം വിസ്തരിക്കപ്പെടുന്നവരാണ്. അധികാരം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അധികാര നഷ്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അധികാരം വീണ്ടെടുക്കണം. ഫെലിക്സ് എന്ന ദേശാധിപതിക്ക്, ഫെലിക്സ് എന്ന ഗവർണർക്ക് അധികാരം നഷ്ടപ്പെട്ടു പോയ 4 പ്രധാനപ്പെട്ട മേഖലകളെ കുറിച്ച് ഈ വൈകുന്നേരം നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ കുറച്ചു കാലം ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു. അപ്പൊ അങ്ങനെ അധ്യാപകനായി ശുശ്രൂഷ ചെയ്തത് കൊണ്ട് ഞാൻ എപ്പോഴും പള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, പ്രസംഗിക്കുന്ന ഉടനെ ഞാനിങ്ങനെ ആളുകളുടെ കണ്ണിലോട്ട് നോക്കിയാണ് പ്രസംഗിക്കുക. അപ്പൊ കണ്ണിലോട്ട് നോക്കുമ്പോൾ കണ്ണ് അവിടെ കാണണം. ഒരുപാട് പേരുടെ കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നല്ല, ചിലരുടെ കണ്ണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് പോള മൂടിയിരിക്കുകയാണ് പലരുടെയും. പ്രസംഗം കേട്ട് തുടങ്ങുന്ന ആളുകൾ ഉറങ്ങി തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാം?
ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? ഈ പ്രസംഗം കേട്ട് തുടങ്ങുന്നുടനെ മുതൽ ആളുകൾ ഉറങ്ങുന്നതിന്റെ കാരണം അറിയാമോ? അന്ധകാര രാജൻ കുംഭകർണൻ, അത് നമ്മളെ പിടികൂടിയത് കൊണ്ടാണ്. അന്ധകാര രാജൻ എന്റെ ചിന്ത കലക്കാതെ കാന്താ നിന്റെ ചിന്ത എന്നിൽ തന്നെ ആദ്യന്തം പാലിക്കാം. ഞാനിങ്ങനെ മനഃപൂർവ്വമായിട്ട് താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ കണ്ണവിടെ കാണാൻ. പിന്നെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ തലയാട്ടുന്നുണ്ടോ എന്ന് കാണാൻ ഒരു താല്പര്യം എനിക്കുണ്ട്. ചിലരങ്ങ് ആടി പോവും, അത് വേറെ ആട്ടല്ല, അങ്ങനത്തെ ആട്ടല്ല. സൈഡിലേക്ക് ഇത് മനസ്സിലായത് എന്നോട് കർത്താവ് സംസാരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു സ്വീകരണ മനോഭാവത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. അപ്പൊ ഞാനിങ്ങനെ നോക്കും, ഇടയ്ക്ക് ഗായക സംഘത്തെ നോക്കും, അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരെ നോക്കും. ഞാനിപ്പോ നോക്കി, നിന്നെ നോക്കി, അപ്പൊ അങ്ങോട്ട് നോക്കും, ഇവിടെ മുമ്പിൽ ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണും, അവിടെ ഇരുന്ന് ഉറങ്ങുന്നവരെ കാണും, എല്ലാവരെയും കാണും. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോ കണ്ണിലോട്ട് നോക്കാനുള്ള ഒരു പരിശ്രമമാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം ദൈവത്തിന്റെ കൃപയിൽ. ഞാൻ മാത്രമല്ല, ദൈവത്തിന്റെ വചനമാണ് കേട്ടോ. ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളാണ്. ഇത് സന്ധിബന്ധങ്ങളെയും അസ്ഥിമജ്ജകളെയും ഭേദിച്ച് ചെല്ലുവോളം തുളയ്ക്കുന്നതാണ്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ ഫെലിക്സിന് അധികാര നഷ്ടം സംഭവിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നാം വായിക്കുന്നത് 24-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത് ഫെലിക്സിന് ഒരിക്കൽ വചനം കേൾക്കണമെന്ന് താല്പര്യമുണ്ടായി എന്നാണ്. അപ്പോൾ പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിനുള്ള പ്രസംഗം അയാൾ കേട്ടു. അയാൾക്ക് ഭയം തോന്നിയപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ പോകാം, പിന്നെ വരാം, എനിക്ക് സൗകര്യമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറയുകയാണ്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലെ അതിമനോഹരമായ ഒരു വാക്കുണ്ട്, ആ വാക്ക് സൂചിപ്പിക്കണം. ആ വാക്കിന്റെ വാക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ്. പല്ല് വെച്ചവരൊന്നും പറയാൻ ശ്രമിക്കേണ്ട, ചിലപ്പോൾ തെറിച്ചു പോകും, അത് വേണ്ട. എന്നാലും പറയാൻ പ്രോക്രാസ്റ്റിനേഷൻ. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കൽ എന്നാണ്, മാറ്റിവെക്കൽ എന്നാണ് കേട്ടോ. എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ? നീട്ടിവെക്കൽ, മാറ്റിവെക്കൽ. പണ്ട് നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, മുട്ടി മുട്ടി വാതില്. ഓർക്കുന്നെങ്കിൽ പറ, അൽസൈമേഴ്സ് വരാതിരിക്കാൻ നല്ലതാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഓർക്കുന്നത്. അതാണ്. അപ്പൊ മുട്ടി മുട്ടി വാതിലിൽ വന്നു നിൽപ്പതാ മകനെ നോദിയൻ യേശുനാഥൻ, ഇല്ലയോ? അങ്ങനെയല്ലേ പാടി തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു, കാലമേറെ ഇല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് മൃത്യു വന്നണഞ്ഞിടുവത് ആരറിവും, മാറ്റി മാറ്റി വെക്കല്ലേ, കാലമിനി നീട്ടല്ലേ. ഇതൊക്കെ നല്ല പാട്ടുകളാ, നമ്മൾ ഇടയ്ക്ക് പാടുന്നത് നല്ലതാണ്. മാറ്റി മാറ്റി വെക്കല്ലേ, കാലമിനി നീട്ടല്ലേ, മൃത്യു വന്നണഞ്ഞിടുവത് ആരറിവും. അപ്പൊ അന്ന് മുതൽ നമ്മുടെ പിതാക്കന്മാർ പറയും, ഏറ്റസഗ്രേഷൻ പുതുതായിട്ട് പറയുന്നതൊന്നുമല്ല ഇത്. ഏത്? മാറ്റി മാറ്റി വെക്കൽ. ഇപ്പൊ ഫെലിക്സിന്റെ പ്രശ്നം എന്താ? ഫെലിക്സിന്റെ പ്രശ്നം പ്രോക്രാസ്റ്റിനേഷൻ. അയാൾ നീട്ടിവെക്കുകയാണ്, മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിച്ചില്ല എന്ന് നമ്മൾ ഈ വചനത്തിൽ വായിക്കുകയാണ്. അപ്പോ പ്രോക്രാസ്റ്റിനേഷന്റെ, മാറ്റിവെക്കലിന്റെ ഒരു മൂർത്ത രൂപമാണ് ഫെലിക്സ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല, അത് പിന്നെ മാറ്റിവെക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് രൂപാന്തരപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിക്കുമ്പോൾ ആ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരാതെ അത് നീട്ടിവെക്കുന്ന ഒരു പ്രശ്നമാണ് പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കല. അപ്പൊ നീട്ടിവെക്കൽ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. നമ്മുടെ വാക്സിനേറ്റ് സർവീസിൽ ഒരെണ്ണം എന്താ വായിച്ചു കേട്ടത്? മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത ഒരു സ്വർഗീയ മധ്യസ്ഥന്റെ മധ്യസ്ഥത കൊണ്ടാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മസാ നാളിനെ പോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. എന്റെ കൂടെ പറയാവുന്നവരൊക്കെ പറഞ്ഞോണം, അത് വളരെ നല്ലതാണ്. നെയ്യപ്പം തിന്ന 2 ഗുണമുണ്ട് എന്നാണ് പറയുക. ഒന്ന്, വയറ് നിറയുകയും ചെയ്യും, പിന്നെ മീശ ഉള്ളവർക്ക് അത് മിനുക്കുകയും ചെയ്യാം എന്നാണ് പറയുക. അപ്പൊ അത് മുഖത്തൊരു ഒരു ഐശ്വര്യമായിട്ട് മാറും. അപ്പൊ ഈ ദൈവവചനം പറയുമ്പോൾ 2 ഗുണം ഇപ്പൊ ഉണ്ട്. എന്റെ കൂടെ പറഞ്ഞാൽ, ഒന്ന്, ഇവിടെ ഇരുന്ന് ഉറങ്ങത്തുമില്ല. 2, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവിടെ ദൈവവചനം ഏറ്റെടുക്കുക, എന്റെ കൂടെ ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മസാനാളിനെ പോലെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ്.
എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് വായിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത അതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു, പിതാക്കന്മാർ മരുഭൂമിയിലായിരുന്നു. ഇന്നലെ പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചത് അതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, പിതാക്കന്മാർ മരുഭൂമിയിലായി. അപ്പോൾ അവിടെ വെച്ച് ദൈവം അവരോട് സംസാരിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു? എബ്രായ ലേഖനം 3-ാം അധ്യായം പറയുന്നത്, മരുഭൂമിയിൽ മസാനാളിൽ ദൈവത്തിന്റെ അത്ഭുതം അവർ കണ്ടിട്ടും അവരവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവർക്കത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മോട് പറയുന്ന ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കഴിയാതെ പോയത്, ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോയത്? ഒരു വാക്ക് ഞാൻ പറയുകയാണ്, ഹൃദയകാഠിന്യം. ഹൃദയത്തിന്റെ കാഠിന്യം, ഹാർഡനിങ് ഓഫ് ദ ഹാർട്ട്. നമ്മൾ പറയണം, ഹൃദയം വെറുതെ ഇപ്പോഴും വാങ്ങിക്കുന്ന മോദ മീൻ പോലെ കട്ടിയായിരിക്കുന്ന മീനൊന്നുമല്ല. പിന്നെന്താ, ഈടെങ്ങനെ വാങ്ങിച്ചായിരുന്നു മോദ, അല്ലാത്ത കട്ടിയാണെന്ന് വീട്ടുകാരൊക്കെ പറയുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ അങ്ങനെ കട്ടിയായി പോകുന്ന സാധനമല്ല. പിന്നെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ്, സൗകര്യപൂർവ്വം ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് 2 സാധ്യതകളാണുള്ളത്. എന്റെ കൂടെ പറയുന്നത് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇന്ന് നമുക്ക് രക്ഷപ്പെടാം. 2, നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താം. അങ്ങനെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ നമുക്ക് എന്താണ് പ്രയോജനം? ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗമായിരിക്കും അത് എന്നുള്ളതാണ്. ചിക്കൻ സൂപ്പ് ഫോർ സോൾസ് എന്ന പുസ്തക പരമ്പരയുണ്ട്. നിങ്ങൾ ചിലരൊക്കെ ഒത്തിരി അത് വായിച്ചിട്ടുണ്ടാവും എന്നാണ് എന്റെ വിചാരം. ചിക്കൻ സൂപ്പ് ഫോർ സോൾസ്. അച്ഛന് നാഗപ്പാടെ മീനിന്റെ കാര്യവും ചിക്കന്റെ കാര്യവും ഒക്കെയാ പറയുന്നത്. ഇയാൾക്ക് അത് മതിയോ? എനിക്കതൊന്നും വേണ്ടിയ ആളല്ല, എന്നാലും ഞാനങ്ങ് പറയാം. ചിക്കൻ സൂപ്പ് ഫോർ സോൾസ് പുസ്തകം. ആ പുസ്തകത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ആ സീരീസിലുണ്ട്. സീരിയൽ അല്ല, സീരീസ്. ആ ഒരു ക്രമത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം, കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടോളൂ, മനസ്സിൽ പതിയാനുള്ളവർ പതിഞ്ഞോളൂ. അപ്പൊ അവിടെ പറഞ്ഞ് ദ പ്രസന്റ് ഈസ് ദ പ്രസന്റ് എന്ന്. ദ പ്രസന്റ് ഈസ് ദി പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? വർത്തമാനകാലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന്. ദ പ്രസന്റ് ഈസ് ദി പ്രസന്റ്. ഇന്നലകൾ കടന്നുപോയി. നമുക്കറിയാവുന്ന പോലെ പല കാലങ്ങളുണ്ട്, ഇല്ലേ? ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്. പഠിപ്പിക്കാനായിട്ട് അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞു, രാമൻ പശുവിനെ അടിച്ചു. A.T. ജോൺ സാർ ചോദിച്ചു, ഏത് കാലം പറ? അപ്പൊ സാറിന്റെ സ്റ്റുഡന്റ് പറഞ്ഞു, പശുവിന്റെ കഷ്ടകാലം. അത് ശരിയാണ്, പശുവിന്റെ കഷ്ടകാലമായിട്ട് മാറാം. കാരണം അത് പശുവിന്റെ കഷ്ടകാലമാണെങ്കിലും അതെന്താണ്? അത് ഭൂതകാലമാണ്. അപ്പം ഭൂതകാലം കഴിഞ്ഞു പോയതാണ്. നമ്മൾക്ക് ഇനി ഒരു നിയന്ത്രണവുമില്ല അതിൻ്റെ മേൽ. ഭാവി കാലത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വലിയ നിയന്ത്രണമൊന്നുമില്ല. എങ്ങനെയൊക്കെ വരുമെന്ന് ആർക്കറിയാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം, ഹല്ലേലൂയ, ആ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീണ്ടെടുപ്പിന്റെ സമയമാണ്. തലകുലുക്കുന്നവരോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് ഈ സ്പോണ്ടിലോസിസ് ഒക്കെ വന്നിട്ട് കുലുക്കാൻ വയ്യാത്ത അവസ്ഥകൾ കാണുമായിരിക്കും. അതിപ്പോ അത് മാറിക്കോളും. അത് നിങ്ങളൊന്ന് കുലുക്കി നോക്കിക്കേ, തലയൊന്ന് കുലുക്കി നോക്കിക്കേ. ഇത് മാറണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ഇവിടെ വചനത്തെ ശരിയായിട്ട് ഉൾക്കൊള്ളണം. അങ്ങനെ ചെയ്ത് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം. ഇന്ന് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയകാഠിന്യത്തിൽ പെട്ടുപോകൻ. ഹൃദയകാഠിന്യം നമുക്ക് രക്ഷ നൽകുകയില്ല, നമ്മളെ തകർത്തു കളയും എന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് 2019 ജനുവരി മാസം 12-ാം തീയതി രാത്രി 8:05 എന്ന് പറയുന്ന ഈ സമയത്ത് നമ്മുടെ കലണ്ടർ സമയം അനുസരിച്ച് ക്രോണോസ് എന്നാണ് അതിന് പറയാറ്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ടൈം എന്നുള്ളത് 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ക്രോണോസ് ആണ്. ക്രോണോസ് എന്ന പദത്തിൽ നിന്നാണ് ക്രോണോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് നിന്നാണ് ക്രോണോളജിക്കൽ ടൈം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രോണോളജിക്കൽ ടൈം ഏതാ? ഇപ്പം ക്ലാസ്സിൽ ചോദിക്കുന്നവരാണല്ലോ അച്ഛൻ ചോദിക്കുന്നത്, ഒന്ന് പറഞ്ഞേ, ഈ ക്രോണോളജിക്കൽ ടൈം ഏതാ? നമ്മുടെ ക്രോണോളജിക്കൽ ടൈം ഏതാ? 2019 ജനുവരി മാസം 12-ാം തീയതി രാത്രി 8:05 എന്നുള്ള
ഒരു ക്രോണോളജിക്കൽ ടൈമിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദിസ് ക്രോണോളജിക്കൽ ടൈം, ഈ വർഷക്രമത്തിലുള്ള ഈ സമയം കുഡ് ബി അവർ കൈറോസ്. കൈറോസ് എന്ന് വേറൊരു വാക്കുണ്ട്. കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ കണ്ടുമുട്ടുന്ന സമയം, നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയം, ദൈവത്തോട് നമ്മുടെ ഹൃദയം സംവേദിക്കുന്ന സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ക്രോണോളജിക്കൽ ടൈം 2019 ജനുവരി മാസം 12-ാം തീയതി രാത്രി 8:10 എന്നുള്ള ഈ സമയം നമുക്ക് കർത്താവ് നമ്മെ കണ്ടുമുട്ടുന്ന സമയമായി മാറിയാൽ അത് അനുഗ്രഹത്തിന്റെ വലിയ സന്ദർഭമായി മാറും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് പറയാനുള്ളത്, നീട്ടിവെക്കരുത്, മാറ്റിവെക്കരുത്, ഹൃദയകാഠിന്യത്തിന്റെ ഇരകളാവരുത്. Let us be transformed. നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായ പൗലോസിന്റെ മുമ്പിൽ നിന്നിട്ട് പോലും, പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് പോലും ഫെലിക്സ് മാനസാന്തരപ്പെട്ടില്ല. കാരണം എന്താ? ഒരു കാര്യമാണ്, ഹൃദയത്തിന്റെ കാഠിന്യമാണ്. ആ ഹൃദയത്തിന്റെ കാഠിന്യം കാരണം അയാൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടു. നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ള ആഗ്രഹം ഇല്ലാത്തവരാരും ഇല്ല എന്നാണ് എന്റെ വിചാരം. സ്വർഗത്തിൽ പോകണം കേട്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകണം, ഞാനും കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്ര. പക്ഷെ ഈ മൗഢ്യ സ്വർഗം മാത്രം പോരാ, മനസ്സിലാവുന്നുണ്ടോ? വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തിന്റെ കണ്ണി എന്നുള്ള നിലയിൽ, ചരിത്രത്തിന്റെ കണ്ണി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചങ്ങലയുടെ കണ്ണി. നമ്മളിപ്പോൾ ഒരു ലിങ്കാണ് അല്ലെ? ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തിലൂടെ ഭാവി കാലത്തിലേക്കുള്ള ഒരു ലിങ്കാണ് നമ്മൾ ഇരിക്കുന്നവരൊക്കെ. കുറച്ചു കാലം നമ്മളിവിടെ നടക്കും. 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ഞെരുക്കവും സങ്കടവുമാണ്. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും എന്നാണ് വചനം പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ പറന്നു പോകാനുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഓർത്തോ, ഇവിടെ ജീവിക്കുന്ന 70-ഓ 80-ഓ അല്ലെ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുത്രനെ ചുംബിക്കാനുള്ള സമയമാണ്. അങ്ങനെ പുത്രനെ ചുംബിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ രാത്രി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് ഫെലിക്സ്. ഒന്നാമത്തെ അതാണ് പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ, നീട്ടിവെക്കൽ, ഹൃദയകാഠിന്യം. അതിന്റെയൊക്കെ ഫലമായി തകർന്ന് തരിപ്പണമായി പോയ ഒരു മനുഷ്യൻ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ വചനം വായിക്കുന്ന ഉടനെ കർത്താവ് ഇതിനകത്തോടൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ അച്ഛന്മാർ മരിക്കുന്ന ഉടനെ കഹനത്ത എന്നൊരു ക്രമമാണ് ഞങ്ങളുടെ ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണ ലേ പീപ്പിളിനേക്കാൾ, സാധാരണ ആത്മായകരെക്കാൾ കുറച്ചുകൂടെ നീണ്ട സർവീസാണ്. 4 ഭാഗമായിട്ടൊക്കെ നടത്തി. കാരണം ഇത്രയും കൂടുതൽ പ്രാർത്ഥിച്ചെങ്കിലേ ഞങ്ങൾക്ക് വല്ലതും രക്ഷ വരത്തുള്ളെന്ന് അറിയാവുന്ന പിതാക്കന്മാരുണ്ടാക്കിയതാണ് ഈ കഹനത്താക്രമം എന്നാണ് എന്റെ വിചാരം. അങ്ങനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവസാനത്തെ ശുശ്രൂഷ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് 4 ക്രമമാണ്. ആ ക്രമത്തിലെ ഒരു പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്. ഒരു പറയും, ഈ മരിച്ചു കിടക്കുന്ന ആളിനെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, തിരുവചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഈ കണ്ണുകൾ, തിരുവചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഈ കണ്ണുകൾ, കർത്താവെ, നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ നിന്ന് തിരുശരീര രക്തങ്ങളെ വിഭാഗിച്ചു കൊടുത്ത ഈ കൈകാലുകൾ, ഇതൊന്നും അഗ്നിനരകത്തിന് ഇരയാകരുത് എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രത്യാശയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനകത്തോട്ട് സൂക്ഷിച്ചു നോക്കി. കുറച്ചു കാലം കൂടെ സൂക്ഷിച്ചു നോക്കണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്. ഞാൻ ഈ നാളുകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന്, എന്റെ കർത്താവെ, എന്റെ കണ്ണ് കുറച്ചു കാലം കൂടെ എനിക്ക് തരണേ എന്നാണ്. അപ്പൊ ഈ കണ്ണ് ഇതിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് കർത്താവ് വരികൾക്കിടയിലൂടെ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇതാണ്. നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കിക്കോ. വേദോത്സവം തുറന്നു വെച്ചിട്ടുള്ളവർക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. അതിനൊരു വലിയ അതിശയമാണ്. ദ്രുസില്ലയുമായി വന്നു എന്നുള്ളതിന് എന്താണ് അർത്ഥം? അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ് ദ്രുസില്ല എന്നറിയാമോ? ദ്രുസില്ല ഹെരോദ അഗ്രിപ്പ എന്ന രാജാവിന്റെ മകളായിരുന്നു എന്നാണ് സമകാലീന എഴുത്തുകൾ പറയുന്നത്.
അപ്പോൾ ഈ വചനം പഠിക്കുന്ന സമയത്ത്, ഇത് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ മറ്റു രേഖകൾ കൂടെ കൂട്ടിവെച്ചാണ് വചനം പഠിക്കേണ്ടത്. അങ്ങനെ വചനം പഠിക്കുമ്പോൾ ഈ ദ്രുസില്ലായെ സംബന്ധിച്ച് വായിക്കുന്നത് ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ഹെരോദ് അഗ്രിപ്പ. ഹെരോദ് അഗ്രിപ്പാവിന്റെ മകളായിരുന്നു എന്ന്. എന്ന് മാത്രമല്ല, 15-ാമത്തെ വയസ്സിൽ അവളുടെ വിവാഹം നടന്നതാണ്. അറ്റ് ദി ഏജ് ഓഫ് 15. ഇപ്പോഴാണെങ്കിൽ അകത്ത് പോയത് 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 15-ാമത്തെ വയസ്സിൽ അവളുടെ യൗവനാരംഭത്തിൽ തന്നെ അവളുടെ വിവാഹം നടന്നു. പക്ഷേ അതൊരു രാജകുമാരനുമായിട്ടായിരുന്നു. 1 വർഷത്തിനുള്ളിൽ അവളുടെ വിവാഹം പാളിപ്പോയി. എന്നിട്ട് ഈ ഫെലിക്സ് അവളെ വശീകരിച്ചെടുത്തു എന്നാണ് രേഖകൾ പറയുന്നത്. അവളെ വശീകരിച്ചെടുത്തു. എന്നിട്ട് പറയുന്നു, ഫെലിക്സ് ഉണ്ടല്ലോ, അയാളുടെ 3-ാമത്തെ കല്യാണമായിരുന്നു, 3rd മാരേജ്. അയാളുടെ 3-ാമത് വിവാഹമായിരുന്നു എന്നാണ് രേഖകൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർക്കുന്നത് ഈ ഫെലിക്സ് തീർച്ചയായിട്ടും അല്പം കൂടെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഒരെണ്ണം ദുർസില്ലായുടേത് പോയെങ്കിൽ ചിലപ്പോൾ 3 വർഷം കൂടെ സീനിയർ. അങ്ങനെയല്ല, തീർച്ചയായിട്ടും കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളായിട്ട് വേണം നമുക്ക് കരുതാൻ ഈ ഫെലിക്സ്. ഇവിടെ ഫെലിക്സ് തന്റെ ഭാര്യ ദ്രുസില്ലായുമായി ചേർന്ന് വന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഇരുന്നു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷ വിവരണം ഉണ്ടല്ലോ, ഇത് അതിമനോഹരമായ തൂലികയുടെ വർക്കാണ്. ഏറ്റവും ശക്തമായ തൂലികയാണ്, പേനയാണ്. കാരണമുണ്ട്, നിങ്ങളിവിടെ വായിച്ചു നോക്കാൻ. ഫെലിക്സിനോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച പ്രധാനപ്പെട്ട 3 ശക്തീകരണങ്ങളുണ്ട്. നോക്കൂ, അങ്ങനെയല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫെലിക്സിനോട് പറഞ്ഞത് 3 കാര്യത്തെ കുറിച്ചാണ്. ഫെലിക്സും ദ്രുസില്ലായും കൂടെ ഇരിക്കുമ്പോൾ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 1 നീതി, 2 ഇന്ദ്രിയജയം, 3 വരുവാനുള്ള ന്യായവിധി. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്. പറ്റിയ പ്രസംഗമാണ് അല്ലേ? ഫെലിക്സിനും ദ്രുസില്ലായിക്കും പറ്റിയ പ്രസംഗമാണ്. ഇപ്പൊ ചില ദിവസം അച്ഛന്മാരെ പ്രസംഗിക്കുമ്പോൾ ചിലർ പറയത്തില്ലയോ, ഇന്നെന്തായാലും അവൾ വന്നിരുന്നെങ്കിൽ അവൾക്ക് പറ്റിയ പ്രസംഗമായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ചിലരെ കുറിച്ചൊക്കെ പറയത്തില്ല, ഇന്നാരിന്ന് കേട്ടില്ലല്ലോ, ആ ആളിന് പറ്റിയ പ്രസംഗമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ദൈവത്തിന്റെ വചനം അധികാരിയുടെ മുമ്പിൽ ഭയം കൂടാതെ പ്രസംഗിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. നീതിയെക്കുറിച്ച്, ഇന്ദ്രിയജയത്തെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഇതങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഭയപരവശനായത്. മാർത്തമ്മക്കാർ ഇപ്പൊ ഇതൊന്നും കേട്ടാൽ ഭയപരവശരാകത്തില്ല. എത്ര പ്രാവശ്യം കേട്ടു നീതിയെക്കുറിച്ച്, എത്ര പ്രാവശ്യം ഇന്ദ്രിയജയത്തെക്കുറിച്ച് കേട്ടു, എത്ര പ്രാവശ്യം വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് കേട്ടു. നമുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഉറക്കം തോന്നുന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും തോന്നാറില്ല. ഇതാണല്ലോ ഇപ്പോഴത്തെ വലിയ പ്രശ്നം. നമുക്കിപ്പോ തുടങ്ങുന്നുടനെ മുതൽ ഉറക്കം തോന്നുക. അല്ലാതെ നമുക്ക് ഈ ഫെലിക്സിനുണ്ടായതുപോലെ ഒരു പേടി പോലും ആർക്കും തോന്നുന്നില്ല. ഇതൊരു വലിയ പ്രശ്നം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് ഈ 3 കാര്യങ്ങളാണ്. കാരണം അദ്ദേഹത്തിന് അത് വളരെ 2 പേർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. പരിശുദ്ധാത്മ പ്രേരിതമായ പൗലോസിന്റെ പ്രസംഗം ഈ മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. ഫെലിക്സേ, നിന്റെ നീതി എവിടെ? നിന്റെ നീതിബോധം എവിടെ? നീ വശീകരിച്ചെടുത്ത നിന്റെ ഈ ഭോഗബിംബമായ, നിന്റെ വലതുവശത്തിരിക്കുന്നത് എന്താ? നിന്റെ കൂടെ ഇരിക്കുന്നത് എന്താ? നിന്റെ ഭോഗബിംബമായ ദ്രുസില്ലയാണ്. ഈ ഭോഗബിംബത്തോടു കൂടിയാണ് നീ വചനം കേൾക്കാനായിട്ട് വരുന്നത്. ഒരുപാട് പേര് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ചില ഭോഗബിംബങ്ങളോടുകൂടെയാണ്. മാനസാന്തരം ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ചില ബിംബങ്ങളെ നമ്മൾ വെച്ച് നമസ്കരിച്ച് നമ്മൾ അതിനെ പോഷിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. ഭോഗബിംബമായ ദ്രുസില്ല. ഇന്ദ്രിയജയത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയജയം എന്താണ്? ഇന്ദ്രിയജയം ആത്മനിയന്ത്രണം എന്നാ, അല്ലേ? ആത്മനിയന്ത്രണം. നമ്മളൊക്കെ ഇപ്പോൾ കേവലം നായ്ക്കളെ പോലെയല്ല, നായ്ക്കളെ പോലെയല്ല. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാമൂഹ്യ ജീവികളാണ്. നിങ്ങളെല്ലാവരും നല്ല വസ്ത്രം ധരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ വസ്ത്രം ധരിച്ചത്? നമ്മൾ തന്നെ ഉള്ളെങ്കിൽ നമുക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
അപ്പൊ നമ്മൾ തന്നെയല്ല, നമ്മളിപ്പോൾ ഈ സമൂഹത്തെ ബഹുമാനിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്റെ സെക്രട്ടറി ഈ വേഷം ഇട്ടെന്തിനാണ് നിങ്ങളുടെ മധ്യത്തിൽ വന്നത്? ഇതെനിക്ക് നിങ്ങൾ തന്ന ഒരു വേഷമായതുകൊണ്ട് ഈ വേഷം നിങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ അടയാളം കൂടാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഇതിട്ട് നിൽക്കുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, മനുഷ്യർ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവികളാണ്. സാമൂഹ്യ ജീവികൾ എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് ധാർമ്മികമായ ചില നിയമങ്ങളെ പറ്റിയേ പറ്റൂ. ധാർമ്മിക നിയമങ്ങളില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. ഒരു സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇന്ദ്രിയ ജയം വേണം, നമുക്ക് ആത്മനിയന്ത്രണം വേണം. വേദപുസ്തകത്തിൽ ഈ ആത്മനിയന്ത്രണമുള്ള ഒരാളിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന് ജോസഫ് പിതാവ് അറിയുമ്പോൾ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അയാൾ. എന്നാൽ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ജോസഫ് പിതാവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. ഉടനെ ജോസഫ് ഉറക്കമുണർന്നു, തന്റെ ഭാര്യയെ ചേർത്തുകൊണ്ടു. പിന്നെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഒറ്റ വാചകം. അതെന്താണെന്ന് അറിയാമോ? മകനെ പ്രസവിക്കും വരെ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ പ്രസവിക്കും വരെ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ വിശുദ്ധമായ പദ്ധതിയിൽ താൻ ഉൾച്ചേർന്ന്, വേറെ തരത്തിൽ ഉൾച്ചേർന്ന് കളങ്കമുണ്ടാകാതിരിക്കാനുള്ള ആത്മനിയന്ത്രണത്തിന്റെ വലിയ മനുഷ്യനാണ് ജോസഫ് പിതാവ്. നമ്മൾ ജോസഫ് പിതാവിനെ കുറിച്ച് വളരെയൊന്നും പഠിക്കുന്നില്ല വേദപുസ്തകത്തിൽ, വളരെ കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അദ്ദേഹം ആത്മനിയന്ത്രണത്തിന്റെ വക്താവായിരുന്നു കേട്ടോ, മറക്കരുത്. നമ്മളെല്ലാവരും ഈ ആത്മനിയന്ത്രണത്തിന്റെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മനിയന്ത്രണത്തിന്റെ വക്താക്കളായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് പറയട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ശക്തമായി പ്രസംഗിച്ചപ്പോൾ തന്റെ ഭോഗബിംബവുമായി അടുത്തിരുന്ന് സുവിശേഷം കേൾക്കുന്നവന് ഈ ഭോഗബിംബത്തെ വിട്ടുകളയാനുള്ള തയ്യാറെടുപ്പില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആരിലാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നതെന്നറിയാമോ? ഈ രാത്രി ഈ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, എന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ എന്റെ സഹോദരങ്ങളോട് ഈ വചനം പറയണം. ഈ വചനം ശക്തമായിട്ട് പറയണം. നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ പോകുന്നത്, പ്രിയപ്പെട്ടവനെ, നിന്റെ പ്രായത്തിനനുസരണമായി നീ നിന്നോടൊപ്പം കൊണ്ടു നടക്കുന്ന ചില ദുഷ്ടതകളെ ദൈവത്തിന്റെ സന്നിധിയില് നീ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുവാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും പാപമുള്ളവരാണ്, പല പ്രകാരത്തിൽ കുറവുകളുള്ളവരാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പില് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ മാറത്തടിച്ചു, നിങ്ങൾ വിലാപം പാടിയില്ല. അങ്ങനെ പറയുന്ന ചന്തസ്ഥലത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളായിത്തീരും എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുകയാണ്. എന്നോടുള്ള കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണാടിക്കകത്ത് തന്നെ ഞാൻ കണ്ടപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ കൊണ്ടു നടക്കുന്ന ചില വഷളത്തരങ്ങളെ, നീ കൊണ്ടു നടക്കുന്ന ചില ജീവിതത്തിന്റെ മൂല്യവത്തല്ലാത്ത ചിലതിനെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലതിനെ നീ മാറ്റിക്കളയണം. മാറ്റിക്കളഞ്ഞു നോക്ക്. ഇപ്പം ഞങ്ങൾ അച്ഛന്മാരെ സംസാരിച്ചപ്പോൾ ഞാൻ ജോസഫ് കൂടെ സംസാരിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഇന്ന് ആളുകൾക്ക് ഈ വചനം കേൾക്കാനുള്ള താല്പര്യമൊക്കെ ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ടെന്നുള്ളത് ഒരു 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 സൂചനയാണ്. വചനം കേൾക്കാനുള്ള താല്പര്യം ഒരുപാട് കുറഞ്ഞു പോയി. അതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടെന്താ പ്രയോജനം എന്നുള്ളതാണ്. കേട്ടിട്ടെന്താ പ്രയോജനം. മലയാള മനോരമ ബാലരമ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടല്ലോ, 2 പ്രാവശ്യം കിട്ടും, ഇല്ലയോ? 2 പ്രാവശ്യം കിട്ടത്തില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പറഞ്ഞാൽ ഞാനിപ്പോഴും കിട്ടിയാൽ ഉടനെ വായിക്കുന്നത് ബാലരമയാണ്. അത് ഇങ്ങോട്ട് കിട്ടുന്ന ഉടനെ അതിനകത്തൊരു നല്ല കാർട്ടൂണുണ്ട്, മായാവി. എന്തോ മായാവി എന്ന കാർട്ടൂൺ കഥാപാത്രത്തില് നമ്മൾ വായിക്കുന്നത് രാജു രാധ എന്ന 2 പിള്ളേര്. അവരും വളരുന്നില്ല, എപ്പോഴും അവരിങ്ങനെ തന്നെ ഇരിക്കുക, ബോബനും മോളിയും പോലെ. അവർ വളരുന്നേ ഇല്ല, അവരങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ രാജുവിനും രാധയ്ക്കും എപ്പോഴും കൂട്ടുകാരനായിട്ടൊരു മായാവി ഉണ്ട്. എതിർക്കാൻ വരുന്ന ലുട്ടാപ്പിയാണ്, അല്ലയോ? പിന്നെ കുട്ടൂസനാണ്. അപ്പൊ കുട്ടൂസനും ലുട്ടാപ്പിയും ഡാക്കിനി വല്യമ്മയും
വിക്രമനും അക്രമനും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ പിള്ളേരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഉടനെ ഈ പിള്ളേരെ ഉടനെ അവിടെ നിന്ന് വിളിക്കും, ഓം ഹ്രീം കുട്ടിച്ചാട്ട. അങ്ങനോട്ട് പറയുമ്പോഴത്തേക്ക് ഈ മായാവി ജൂം ഇങ്ങനെ പറന്നു വരും. പറന്നു വന്ന് ഇങ്ങോട്ട് താഴെ വന്ന് പൊക്കിക്കൊണ്ടങ്ങ് പോകും. എന്തൊരു സന്തോഷം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനി പ്രത്യേകിച്ച് മാത്തമാക്കാരൻ ഈ വചനം കേൾക്കുന്നുണ്ട്, ഓം ഹ്രീം കുട്ടിച്ചാട്ടാന്ന് പറഞ്ഞ് ഇതിങ്ങനെ വന്ന് നമ്മളെ അങ്ങ് പൊക്കിക്കോട്ട് പോകണമെന്നുള്ള താല്പര്യത്തിലാണ് ഒരുപാട് കേട്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ പാടുകയൊക്കെ ചെയ്യും. എന്തുവാ? പറന്നിടുവാൻ വേണ്ടതായ ചിറകുണ്ടായാൽ മതി എനിക്ക്, പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്, പറന്നിടുവാൻ വേണ്ടതായ ചിറകുണ്ടായാൽ മതി എനിക്ക് എന്ന് പറഞ്ഞ് കൊച്ചു കൊച്ചു ചിറകൊക്കെ മുളച്ചു വരുന്നുണ്ട്. പക്ഷെ എന്തൊരു ഭാരമാണ് ഈ കൊച്ചു ചിറകൊന്നും അടിച്ചാൽ ഇത് പൊങ്ങാൻ പോകുന്നില്ല. മനസ്സിലായോ? ദുർമേധസ് കൊണ്ട് വല്ലാതെ മൂടിയിരിക്കുകയാണ് ആത്മശരീരം. ശരീരത്തിന്റെ വണ്ണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പേടിക്കരുത്. ശരീരത്തിന്റെ വണ്ണത്തെ കുറിച്ചല്ല, ശരീരത്തിന്റെ ഭാരത്തെ കുറിച്ചുമല്ല പറഞ്ഞത്. പക്ഷെ നിന്റെ സൂക്ഷ്മ ശരീരമുണ്ടല്ലോ, നിന്റെ ആത്മശരീരമുണ്ടല്ലോ, ആ ആത്മശരീരത്തിൽ ഈ ദുർമേധസ് എല്ലാം കൂടെ അടിഞ്ഞുകൂടിയിട്ട് നീ ചിറകൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ പറക്കത്തില്ല. ചില ആളുകൾ കുറച്ചുകൂടെ നന്നായിട്ട് ചിറകടിക്കും. അതിനാണ് പെന്തക്കോസ്തുകളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ എന്നൊക്കെയുള്ള പാട്ടങ്ങോട്ട് പാടുമ്പോൾ ചിലർ ചിറകിട്ട് അടിക്കാനൊക്കെ ഉള്ളൊരു ശ്രമത്തിലാണ്. എവിടെ പൊങ്ങാനാ? പൊങ്ങത്തില്ല. പൊങ്ങണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവനെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ദുർമേധസ്സുകളെ നീ ഒഴിവാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറയാത്ത ഹല്ലേലൂയ? ഈ പന്തലിനകത്തൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയിക്കുന്നതെന്നറിയാമോ? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മസാനാളിനെ പോലെ ഹൃദയത്തെ കഠിനമാക്കരുത്. കഠിനമാക്കാതിരിക്കാനുള്ള ദൈവത്തിന്റെ വഴിയാ. എന്റെ ദൈവം തമ്പുരാനെ, ഈ തട്ടുപന്തലിന്റെ കീഴിൽ ഞാൻ ഇരുന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ മുമ്പിൽ പിടിച്ചു തന്ന നിലക്കണ്ണാടി ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ തന്നെ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ പിതാക്കന്മാർ അയിരൂരും പ്രദേശങ്ങളിലുമൊക്കെ പണ്ട് മാനസാന്തരം ഉണ്ടായപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അടയ്ക്കായും വെറ്റിലയും ഒക്കെ എടുത്തെറിഞ്ഞവരാണ്. അവര് ചെത്താൻ കൊടുത്തിരുന്ന ചെത്ത് നിർത്തിയവരാണ്. അടയ്ക്കാക്കവുകൾ വെട്ടിക്കളഞ്ഞവരാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ വീട് അയിരൂരാണ്. ഞാൻ എന്റെ കൊച്ചുനാളെന്നൊക്കെ എന്നോട് പോകുമ്പോൾ ഒരു കള്ളിഷാപ്പ് അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. മാർത്തമാക്കാർക്ക് അങ്ങ് ഐശ്വര്യം വന്നിട്ട് എന്താ പറയാനാ, ഒരു കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. നമ്മൾ പണ്ടുണ്ടായിരുന്ന ഭാര്യാഭർത്തക്കാരാണോ ഇപ്പൊ ഇരിക്കുന്ന ഭാര്യാഭർത്തക്കാര്? അല്ല. നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ കഴിച്ച ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല. നമ്മളൊക്കെ ഇപ്പൊ പിസ്സ ഒക്കെയാണ് കഴിച്ചു തുടങ്ങിയത്. നമുക്ക് ഇങ്ങനത്തേതൊക്കെ ഇപ്പൊ കഴിക്കാൻ കിട്ടും. പണ്ട് അവര് കപ്പതീനി തന്തകളായിരുന്നു എന്നാണ് പറഞ്ഞത്. പിള്ളേർ മുദ്രാവാക്യം വിളിച്ചതാണ്. അവർക്കെതിരെ പിള്ളേർ രക്ഷകർത്തൃ സമിതി എല്ലാം കൂടെ വന്നിടുന്നത്. പിള്ളേർ മുദ്രാവാക്യം കപ്പതീനി തന്തികൾ നിങ്ങൾക്ക് എന്തോന്ന് അറിയാമെന്ന് ചോദിക്കുക. ഞങ്ങളിപ്പോ ഇവിടെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കും. നമ്മൾ ഭാര്യാഭർത്തക്കാര് പണ്ടുണ്ടായിരുന്നവരാണോ? ആണോ? നമ്മുടെ വേഷത്തില്, രൂപത്തില്, ഭാവത്തില് ഒക്കെ ഒരുപാട് മാറ്റം വന്നില്ലേ? നമുക്ക് എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ട്. നമ്മുടെ ബാത്റൂംസ് എല്ലാം ഗ്ലാമർ റൂംസ് ആയിട്ട് മാറിയില്ലേ? നമ്മുടെ സ്റ്റൈലൊക്കെ അങ്ങനെ മാറിയില്ലേ? അപ്പൊ ഇപ്പൊ എന്താ പറ്റിയ? പണ്ട് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ബാത്റൂമിൽ കുളിക്കാൻ പോയാൽ ഉരുണ്ടു വീഴത്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഗ്ലാമർ റൂംസ് ആണ്. അത് കാരണം അവർ എണ്ണയും കുഴമ്പും മുക്കൂട്ടും ഒക്കെ തേച്ചോണ്ട് പോകും. തെന്നി അടിച്ചു വീണിട്ട് നടു പൊട്ടിക്കിടക്കുന്ന ഒത്തിരി പേരില്ലേ? നമുക്ക് ഒരുപാട് സ്റ്റൈല് വ്യത്യാസം വന്നില്ലയോ? വന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ ജീവിതത്തിന് മാറ്റം വരണം. എന്ത് ദോഷം നിന്നിലുണ്ടോ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ ഉപേക്ഷിക്കണം, അതിനെ വിട്ടുകളയണം. നിന്റെ ദുർമേധസ്സിനെ നീ അവസാനിപ്പിക്കണം. ആ ദുർമേധസ്സുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി അതാ പറഞ്ഞത്, നമ്മുടെ ദുർമേധസ്സുകളെ, നമ്മുടെ ഭോഗബിംബങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഫെലിക്സിനെ കുറിച്ചും ദുരുസില്ലയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം നമ്മളിവിടെ വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ മക്കദോന്യ സഭകളിലൊക്കെ കുറച്ച് പിരിവൊക്കെ നടത്തി കുറച്ച് കാശും കൊണ്ടാണ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തത് എന്ന് നമുക്കറിയാം. എന്തിനായിരുന്നു? യെരുശലേമിലെ സഭകളുടെ ദാരിദ്ര്യ സമയത്ത് ആ ദാരിദ്ര്യത്തിന് ഉദവി കൊടുക്കുവാൻ മക്കദോനാളാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നത് എന്താന്ന് നോക്കിയേ, അന്ന് പ്രസംഗം കേട്ട ഉടനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നീതിയെക്കുറിച്ചും
ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് അന്ന് പൗലോസിനെ പറഞ്ഞു വിട്ടതല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ എന്താ വായിച്ചെന്ന് നോക്കിയേ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ വായിക്കുന്നു, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വിരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. ദ്രവ്യം തരുമെന്നുള്ളത് മാത്രമല്ല, ദ്രവ്യം തരുമെന്നുള്ള ആശയിൽ അവനെ വിളിച്ചു വരുത്തി അവനോട് കേൾക്കുകയായിരുന്നു. ഇപ്പോഴോ? അപ്പൊ എന്തായിരിക്കും സംഭാഷിക്കുന്നത്? നിവൃത്തി ഉണ്ടെങ്കിൽ നീതിയെക്കുറിച്ചോ ഇന്ദ്രിയ ജയത്തെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ പറയാൻ സമ്മതിക്കത്തില്ല. അതല്ല, പിന്നെ എന്തിനെ കുറിച്ചായിരിക്കും പറയാം? ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് എന്തിനെ കുറിച്ച്? അന്തരീക്ഷ മലിനീകരണം ഭയങ്കര പ്രശ്നമല്ലോ, ഭയങ്കരമാണ്. നോക്കിയാൽ എന്തൊരു പ്രശ്നം അന്തരീക്ഷ മലിനീകരണം നോക്കി. പിന്നെ ഇപ്പോഴത്തെ ഈ നിപ്പ വൈറസിനെ കുറിച്ച് വേണമെങ്കിൽ പറയാമായിരിക്കും അല്ലേ? അതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ എന്താ സംസാരിക്കുന്നത്? വെറും സംഭാഷണമാണ്. ആ സംഭാഷണം അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനുള്ള സംഭാഷണമാണ്. മറക്കരുത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പള്ളിയിലൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഈ നമ്മുടെ ആരാധന പോലും ഇതുപോലെ ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറണമെന്നുള്ള താല്പര്യത്തിലാണ് ആളുകൾ ഇരിക്കുന്നത്. അങ്ങനെയാണോ? നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു ക്രിസ്മസിന്റെ പരിപാടികളായിരുന്നു, എല്ലാം നല്ല പരിപാടികളാണ്. ക്രിസ്മസിന്റെ പരിപാടി ഒക്കെ വന്ന കൂട്ടത്തില് ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു. ആ ഒരു നോട്ടീസ് വലിയ പ്രോഗ്രാം, അതിനകത്ത് പട്ടതിരിയും അവലവിയും പിന്നെ മെത്രാനും എല്ലാവരും കൂടെ ഉള്ള വലിയ മീറ്റിംഗ് ഒക്കെയാണ്. ആ വലിയ മീറ്റിങ്ങിനകത്ത് ഒത്തിരി ആരാട്ടൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട്. ഒടുവില് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒടുവിൽ കോമഡി ഷോയും ഉണ്ടെന്ന്. അത് വളരെ പ്രധാനമാണ് കേട്ടോ, കോമഡി ഷോ. ആ കോമഡി ഷോ ഉണ്ടെങ്കിൽ ആളുകൾക്കൊരു താല്പര്യമാണ്, കോമഡി ഷോ കാണാനാണ് താല്പര്യം. ഇപ്പോൾ ഈ ആളുകളൊക്കെ നമുക്കിപ്പോൾ ഉള്ള പരിചയം ഈ ചാനലുകൾ കണ്ടാൽ, നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഉടനെ ചുമ്മാ ഇരിക്കും, പിന്നെ എന്തോ ചെയ്യണം വെച്ചോ, ചാനൽ കാണണ്ടേ? കണ്ടു, ഒരു കുഴപ്പമില്ല. അപ്പൊ ചാനൽ കാണുന്നത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ പറ്റുന്നത്. അതെന്താണെന്നറിയാമോ? നമുക്കിപ്പോൾ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ബോറാന്ന് തോന്നിയാലേ ഉടനെ നിങ്ങൾ റിമോട്ട് വെച്ചിട്ട് അത് സൂര്യായിലോട്ട് അങ്ങോട്ട്, സൂര്യായിലോട്ട് മാറ്റും. അപ്പൊ അത് മോശമാണെങ്കിൽ MGVന്നോ അല്ലെ CTVന്നോ വേറെ ഏതെങ്കിലും TV അതങ്ങോട്ട് മാറ്റും. എന്നിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ചാനൽ ഷിഫ്റ്റിംഗ് ആണ്. ഈ ചാനൽ ഷിഫ്റ്റിംഗ് പതിവുള്ള ആളുകളാണ് പള്ളി വന്നിരിക്കുന്നത്. പള്ളി വന്നത് 8:30 തുടങ്ങുന്ന ഉടനെ മുതൽ ഒരേ ചാനലാണ്. അച്ഛന്റെ ചാനൽ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ചാനൽ മാത്രം ബോറടിച്ചിട്ട് വയ്യ. പിന്നെ അപ്പൊ എന്തോ ചെയ്യും? ഈ റിമോട്ട് ഉപയോഗിച്ച് പരിചയമുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ചുരുക്കം ചില ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പുറകോട്ട് ചാടിയിരുന്നെങ്കിൽ ഓഫ് ചെയ്യും. അവർ ഓഫ് ചെയ്തിരിക്കുന്ന ഒരുപാട് എണ്ണമാണ് ഇപ്പൊ കൺവെൻഷൻ കേൾക്കാൻ വന്നിരിക്കുന്നത്. അയ്യോ സോറി കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളെ ജനറലൈസ് ചെയ്ത് ദ്രോഹിച്ചു എന്ന് പറയരുത്. ഇത് പക്ഷെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഏതാ ഇത് ഓഫ് ചെയ്യുന്നതും ഷിഫ്റ്റ് ചെയ്യുന്നതും, എന്നിട്ട് ഇങ്ങനെ മാറി മാറി നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടാൽ മതി എന്നുള്ളതാണ്. പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണം, നമുക്ക് ഇഷ്ടമുള്ള പോലെ മതി. അച്ഛൻ കുർബാന ചൊല്ലുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണം, അല്ലാതെ ഇതിനകത്തുള്ളത് പോലെ അല്ല ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള പോലെ. പ്രിയപ്പെട്ടവര്, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദോഷമാണ്, മറക്കരുത്. അതായത് ആരാധന പോലും എന്റർടൈൻമെന്റ് ആയിട്ട് മാറ്റണമെന്ന് താല്പര്യപ്പെടുന്ന സംഭാഷണ ചതുരരായിട്ടുള്ള ആളുകളാണ്. ഇവിടുത്തെ വാക്ക് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുപോലും എന്നെ കീറിമുറിക്കുന്ന, എന്റെ ആത്മാവിന്റെ അന്തരാളങ്ങളോളം കടന്നു ചെല്ലുന്ന, എന്നെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എന്നെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ ഉപ്രശ്ന കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് പോകാനുള്ള താല്പര്യത്തിലാണ് ആളുകൾ. അത് വലിയ അപകടമാണ് കേട്ടോ, അത് വലിയ അപകടമാണ്. ഞാൻ വായിക്കുന്നതാ. അപ്പോ നേരത്തെ പ്രസംഗം കേൾക്കാനാണ് പൗലോസിനെ വിളിച്ചത് എങ്കിൽ ഇപ്പോൾ സംഭാഷണം നടത്താനായിട്ടാണ് വിളിക്കുന്നത്. അതൊരു പ്രശ്നം. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരല്പം ഒരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ട് ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതിനകത്ത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പന്തലിട്ട് കല്യാണം നടത്തുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ വൈകുന്നേരം തലേദിവസം മുതല് ഈ പന്തലും അത്താഴ സദ്യയും ഒക്കെ ഉണ്ടല്ലോ. ഒരു അത്താഴ സദ്യ കഴിഞ്ഞപ്പോ ഒരുത്തൻ വാതിൽക്ക വന്ന് വീട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി തീ തരാമോ, വീട് കത്തിക്കാനാണ്, തീ തരാമോ? അയാൾ പോയി ഒരു തീക്കട്ടിന് എടുത്തോണ്ട് കൊടുത്തു. ഞങ്ങൾക്ക് അങ്ങ് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇത്തിരി തീ എന്ന് പറഞ്ഞാൽ 2 പഴമെന്നല്ലേ അർത്ഥം. ഇത്തിരി തീ എന്ന് പറഞ്ഞാൽ 2 പഴമെന്നാണ് അർത്ഥം. അതറിയത്തില്ല തനിക്ക് ഇതുവരെ. അത്താഴ സദ്യം കഴിഞ്ഞിരിക്കുന്ന ആളുകൾ എവിടെ ഇരിക്കുന്നതാണ്, ഞാൻ ഇത്തിരി തീ വയ്ക്കാൻ വന്നാൽ അതിനു വേണ്ടിയാണ്, 2 പഴത്തിന് വേണ്ടിയാണ്. 2 പഴം ഇല്ലയോ?
അൾട്ടീരിയർ മോട്ടിവേഷനാണ്. അപ്പൊ ഇവിടുത്തെ മോട്ടിവേഷൻ എന്താ? പണം കിട്ടും, ദ്രവ്യം കിട്ടും. ഇപ്പോഴത്തെ വലിയ പ്രശ്നമാണ് കേട്ടോ. വല്ലവന്റെയും പോക്കറ്റിൽ ഇരിക്കുന്ന പണം എന്റെ പോക്കറ്റ് വരാൻ എന്താണ് മാർഗം? ഏത് മന്ത്രം ഉപയോഗിച്ചാൽ അത് വരും എന്നുള്ളതാ. നിങ്ങളുടെ അച്ഛന്മാര് പള്ളിയിലെ ഏതെങ്കിലും പിരിവ് ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ അച്ഛനോട് പറയരുത്. ഇതിനു വേണ്ടിയാ പറഞ്ഞത്. അത് പൊതുകാര്യത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. പക്ഷേ ആത്മീയ വിഷയങ്ങളെ കച്ചവടമാക്കി തീർക്കുന്ന, ആത്മീയ ഘടനകളെ തങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഫെലിക്സുമാർ ഈ കാലഘട്ടത്തിലുണ്ട്. മനസ്സിലായോ? അവര് കാശ് കൊടുക്കുന്നത് അംഗീകാരം കിട്ടാൻ വേണ്ടിയാ, പലരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാ. ഞാൻ എന്റെ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 5000 രൂപ തന്നാൽ ഇന്നാൽ 5000 തന്നു ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അയ്യോ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് വേറെ ദിവസം പറയുന്നത്. ഞാനിപ്പോ ഒരാളെ എനിക്ക് 10,000 തന്നെന്ന് ഞാൻ 10,000 ഇച്ചിരൂടെ നീട്ടുവെച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ഈ ആളിന്റെ കോളർ പൊക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ അയാൾക്ക് കിട്ടാനുള്ള സ്വർഗീയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയില്ലേ? നിങ്ങൾ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയണ്ട എന്നല്ലേ ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് സ്വർഗീയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകണ്ട. പക്ഷെ ചില ആളുകൾ, കാശുള്ളവർ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി സഭയെ മുഴുവനും കൂടെ വിലയ്ക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ തോളത്താണ് ഈ സഭ ഇപ്പൊ നിൽക്കുന്നതെന്നൊരു തോന്നലാണ് ചില ആളുകൾക്കുള്ളത്. അവരുടെ തോളത്താണ്. അവിടെ ഒരുവൻ, ഇവിടെ ഒരുവൻ, ഇവിടെ ഒരുവൻ, അവിടെ ഒരുവൻ, ഇങ്ങനെ 4-5 പേര്. അവർ വിചാരിച്ചാൽ ഈ സഭയിൽ എന്ത് നടക്കുമെന്നൊക്കെ ഉള്ള ഒരു ആത്മീയ അപജയം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ശക്തമായി പറയുകയാണ്, ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഡോളറോ കാശോ രൂപയോ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. പിന്നെന്താ? എനിക്ക് ദ്രവ്യ സമൃദ്ധി ഉണ്ടാവുന്നത് എന്തും, എനിക്ക് അംഗീകാരം, ദൈവനാമത്തിലുള്ള അംഗീകാരത്തിന് പകരം എനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെ കുറിച്ചുള്ള താല്പര്യം. ഫെലിക്സ് അൺബിക്കമിങ് ആയി പോയി. അയാളല്ലാതായി. അയാൾക്ക് ദൈവസന്നിധിയിൽ അംഗീകാരമില്ലാതെ പോയി. അതിന് കാരണം ഇതാണ്, സംഭാഷിച്ചു പോന്നു, ദ്രവ്യം കിട്ടും എന്ന് വിചാരിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ വചനത്തിനകത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണല്ലോ. നമ്മൾ 27-ാമത്തെ വാക്യത്തിൽ വായിച്ചു, 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വിചാരിച്ച് ഫെലിക്സിനെ തടവുകാരനായി വിട്ടേച്ചുപോയി. പൗലോസിനെ തടവുകാരനായിട്ട് വിട്ടേച്ചു പോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്തു പറയുന്നു? എന്തുകൊണ്ടാണ് ഈ പൗലോസിന് ഇപ്പോൾ അന്യായമായ തടവറ? അന്യായമായ ഈ തടവറയുടെ കാരണം എന്താണ്? ഫെലിക്സിന് സൂക്ഷ്മമായിട്ടറിയാം ഈ മാർഗം സംബന്ധിച്ച്. ഈ പൗലോസ് ദോഷം ചെയ്തവനല്ല എന്നറിയാം. പക്ഷെ താല്പര്യവിത്ത് മാത്രമേ ഉള്ളൂ, തനിക്ക് ദ്രവ്യം വേണം. ആ ദ്രവ്യം കിട്ടാനായിട്ട് ഒരുത്തന്റെ നീതി മറിച്ചു കളഞ്ഞു, ഒരുത്തന്റെ ന്യായം മറിച്ചു കളഞ്ഞു. ന്യായം മറിച്ചു കളപ്പെട്ടവന്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴുകയാണ്. ന്യായം മറിച്ചു കളഞ്ഞവന്റെ നെടുവീർപ്പ് സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫെലിക്സിന് എന്തധികാരം ഇപ്പോൾ? അവന്റെ ന്യായം കാണാൻ ആരുമില്ല, അവന്റെ നീതി കാണാൻ ആരുമില്ല. യഹൂദന്മാരുടെ പ്രീതി വേണം എന്ന് വിചാരിച്ചു. അധികാരികളുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് ന്യായത്തെ മറച്ചു വെക്കുന്നവരും നീതിയെ നിഷേധിക്കുന്നവരുടെയും എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നമ്മൾ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മടങ്ങി വരണം. നമ്മുടെ അധികാരം നമുക്ക് തിരിച്ചെടുക്കണം. നമുക്ക് ദൈവത്തോടുകൂടെ യാത്ര ചെയ്യാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രീതിക്ക് വേണ്ടി ന്യായത്തെ മറിച്ചു കളഞ്ഞ ഈ ഫെലിക്സ്, അവൻ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട ഒരാളാണ്. ഇന്നും ന്യായവും നീതിയും മറിച്ചു കളയപ്പെട്ട, എവിടെയൊക്കെയോ അൺബിക്കമിങ് ആവുന്ന, അന്യായമായ ബന്ധനങ്ങളിലായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടണം. അത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരാഗ്രഹ പ്രമാണി, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണി പൗലോസിനെ ആമത്തിലിട്ട് പൂട്ടി. പൗലോസിനെയും ശീലാസിനെയും ആമത്തിലിട്ട് പൂട്ടി. അവരുടെ പുറം അടികൊണ്ട് പൊട്ടി. അവർ രാത്രിയിൽ കിടന്ന് പാട്ടുപാടി. അവർ പാട്ട് പാടുമ്പോൾ രാത്രിയിൽ
കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു ഇവർ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ വിചാരിച്ച് ഭയപ്പെട്ട് ഓടി വരുമ്പോൾ പൗലോസ് പറയുന്നു, നിനക്കൊരു ദ്രോഹവും ദോഷവും നീ ചെയ്യണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? നിന്നെ അന്യായമായി തടവറയിൽ സൂക്ഷിച്ചവനും നിന്റെ പുറത്ത് അടി തന്നവനും ഞാനാണ്. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, രക്ഷപ്പെടാൻ എന്ത് വേണമെന്ന് നീ എന്നോട് പറഞ്ഞു തരണം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് കർത്താവിനോട് പറയാൻ സാധിക്കോ, കർത്താവേ, ഞാൻ നിന്നെ ദ്രോഹിച്ചു, ഞാൻ നിന്നെ ഉപദ്രവിച്ചു, ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി. നമുക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പദമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയാമല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി, അദ്ദേഹത്തിന് ആ പേര് എടുത്തതിന്റെ പിറകിൽ ഒരു വലിയ വിശുദ്ധനുണ്ട്. അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ്. അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ്. ആ ഫ്രാൻസിസിനെ കുറിച്ച് മനോഹരമായ ഒരു നോവൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ജോസഫ് മറ്റം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നോവൽ എഴുതിയ ആള്. ആ നോവലിനകത്ത് വായിക്കുന്നുണ്ട്, ഇദ്ദേഹം ഈ ഫ്രാൻസിസ് തന്റെ ശിഷ്യനായിരുന്ന ലൂയിയുമായി അവരൊരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവരൊരുമിച്ച് യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് വന്ന സമയത്ത് ഇദ്ദേഹം 2 വർഷത്തേക്ക് കരം വിരിച്ചു നിന്നു, ഫ്രാൻസിസ് ഓഫ് അസീസി. എന്നിട്ട് ലിയോയോട് പറഞ്ഞു, ലിയോ, നീ ഇത് കണ്ടോ? ഇതെന്താണെന്നറിയാമോ? കരം വിരിച്ചു നിന്നിട്ട് പറയാം, ഇതെന്താണെന്നറിയാമോ? ഇത് എന്റെ കർത്താവിനെ ക്രൂശിച്ച കുരിശാണ്. കർത്താവിനെ ക്രൂശിച്ച കുരിശാണ് എന്റെ ശരീരം. എന്നിട്ട് പറഞ്ഞു, ആസുരതകൾ പൂക്കുന്ന എന്റെ ശരീരമാണ് കർത്താവിന് ക്രൂശൊരുക്കുന്നത്. ആസുരതകൾ പൂക്കുന്ന എന്റെ ശരീരം ആസുരതകൾ പൂക്കുന്നതാണ്. എന്റെ ആളത്വം ആസുരതകൾ പൂക്കുന്നതാണ് എന്ന് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്റെ കഠിനമായ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നവൻ നീയാണ്. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു വരുന്നു. എനിക്ക് കുറവുണ്ട്, കുറ്റമുണ്ട്. കർത്താവേ, ഞാൻ പാപിയാണ്. എന്നാൽ എന്റെ പാപങ്ങൾക്ക് മോചനം തരുവാൻ തിരുരക്തത്തിൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ആ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ എന്റെ അധികാരം എനിക്ക് വീണ്ടെടുക്കണം. ആ അധികാരത്തോടുകൂടെ ഈ ലോകത്തിൽ യാത്ര ചെയ്യുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പുതിയ തുരുത്തികളാകണം. 51ാമത് ഭാര്യാവരം കൺവെൻഷൻ സമാപിക്കുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തി. പഴയ വീഞ്ഞ് പഴയ തുരുത്തി വെച്ചോ, കുഴപ്പമില്ല. പക്ഷെ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ദൈവാത്മാവിന്റെ വ്യാപാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുവാൻ, നമ്മുടെ ഈ മനുഷ്യ ശരീരങ്ങളെ, നമ്മുടെ ആളത്വങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് പുതുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ പറ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാൽ, പഴയത് കഴിഞ്ഞുപോയി. നമ്മളൊരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളിരിക്കുക. സ്റ്റീവൻ കോവേ എന്നു പേരുള്ള പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ അതിമനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് കഴിഞ്ഞ് അത് ഒത്തിരി വിറ്റഴിഞ്ഞ പുസ്തകമാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഒരു പുസ്തകം, 8 ഹാബിറ്റ്സ് എന്നാണ് ആ പുസ്തകം. 8ാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞ നല്ലൊരു പുസ്തകമാണ്. ഇത് വായിക്കണം. വായിക്കാൻ എവിടെയെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ വായിക്കണം. എന്നിട്ട് സ്റ്റീവൻ കോവേ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചില ആളുകളൊക്കെ പറയും, എന്റെ അച്ഛ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്റെ ദേഷ്യത്തിന്റെ കാരണം എന്റേതല്ല അച്ഛ, പിന്നെന്താ, എന്റെ അപ്പന് ദേഷ്യമായിരുന്നു, എന്റെ വല്യപ്പന് ദേഷ്യമായിരുന്നു, വല്യപ്പന് അതിനേക്കാൾ വലിയ ദേഷ്യമായിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ദേഷ്യക്കാരാണ്. ഇപ്പൊ അങ്ങനെ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കാണ്. എന്താ ഈ ദേഷ്യം? അപ്പൊ ഈ ദേഷ്യം ഒരുപാടുള്ളപ്പോഴാണ് ഒരുത്തന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒരു ഈച്ച വന്നിരുന്നു. അതിന് ദേഷ്യമായിട്ട് അതുകൊണ്ട് പുള്ളി ആ ഈച്ചയെ അടിച്ചതാ, ഒറ്റ അടി വെച്ചു കൊടുത്തു. എന്താ പറ്റിയത്? ഈച്ച അങ്ങ് പറന്നു പോവുകയും ചെയ്തു, മൂക്കിന് അടി കൊള്ളുകയും ചെയ്തു, മൂക്കിനകത്തൂടെ ചോര വരികയും ചെയ്തു. അത്ര അടിയായിരുന്നു. നോക്കി നോക്കിയാൽ ചില ആളുകൾ അങ്ങനെയാണ്, ദേഷ്യമാണ്. ചില ആളുകളെ കാണുമ്പോൾ അറിയാം, ഇവർ ഈ അപ്പന്റെ അമ്മയുടെ ആ ജീൻസ് ഒക്കെ അതുപോലെ ഇങ്ങനെ പാൻറ്റിന്റെ ജീൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ രക്താണുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ആ രക്താണുക്കൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നവരാണ്.
എന്നിട്ട് നമ്മൾ വലിയ അഭിമാനത്തോട് പറയാം, എൻ്റെ അപ്പന് ദേഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പന് ദേഷ്യം ഉണ്ടായിരുന്നു, വല്യപ്പന് അതിനേക്കാൾ ദേഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചിന് അതിനേക്കാൾ വലിയ ദേഷ്യമാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഓരോ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ വലിയ ദേഷ്യമൊന്നും വേണ്ട, വലിയ ദേഷ്യമൊന്നും വേണ്ട. അയൽവക്കത്തുകാരനോട് ദേഷ്യം വെച്ചോണ്ട് കുർബാന കൊള്ളാൻ പോകുന്നവരില്ലേ ഇതിനകത്ത്? അതിനൊന്നും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? കയ്യസൂര് കൊടുക്കാൻ നേരത്തെ ചുമച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവരില്ലയോ? ചുമച്ചുകൊണ്ട് ഇറങ്ങിപ്പോയില്ലേ? അവരുടെയൊക്കെ ചുമ എന്ന് മാറാനാ? അത് മാറത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ചുമ മാറാനുള്ളതാണിത്, പക്ഷെ അത് മാറാനായിട്ട് നിന്നു കൊടുത്തില്ല. കയ്യസൂര് കൊടുക്കാൻ നേരത്തെ ഇറങ്ങിപ്പോയി, ചുമയാണ്, ചുമച്ചങ്ങ് ഇറങ്ങി. മനസ്സിലായോ? ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് വേണ്ട. വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി. ഹല്ലേലൂയ, അത് മതി നമുക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കിപ്പോൾ നമ്മുടെ വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ചിലരെയൊക്കെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചില മനോഭാവങ്ങളെ ഭാര്യാപുരം കൺവെൻഷന്റെ 51ാമത് യോഗത്തിന്റെ അവസാന യോഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവെ ഞാനിതാ എന്നെ തന്നെ പുതുക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമിക്കാനും കർത്താവിനോട് കൂടെ നടക്കാനും അനുഗ്രഹം പ്രാപിക്കാനും തയ്യാറാകുമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകും, നിന്റെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. മറക്കരുത്. ഒരുപക്ഷെ നീ രോഗിയായിരിക്കും, ശരീരത്തിൽ ചില രോഗങ്ങൾ ഉണ്ടായിരിക്കും, ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാൽ ആ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഭാരത്തിന്റെയും മധ്യത്തിൽ ദൈവം ജയോത്സവമായി നടത്തും. ഹല്ലേലൂയ, ദൈവം ജയോത്സവമായി നടത്തും. ആ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അധികാരം ന്യായം വിസ്തരിക്കപ്പെടുകയാണ്. നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ ആ വലിയ അധികാരം ന്യായം വിസ്തരിക്കപ്പെടുന്നു ഈ രാത്രി. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ന്യായ വിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിന് ദൈവം തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അധികം പേരുടെയും കണ്ണ് തുറന്നു തന്നെ ഇരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. അധികം പേരുടെയും കണ്ണ് തുറന്നു തന്നെ ഇരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴൊക്കെ ഇങ്ങോട്ട് നല്ല ദീപ്തമായ കണ്ണുകളോടുകൂടെ എന്നെ നോക്കിയവരുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഈ വചനം കേട്ടത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ചിലതിനെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. സാധിക്കുമോ? കുഞ്ഞാട്ടിൻ പേരൂരേ ഞാൻ ശുദ്ധനായിത്തീർന്നു, പഞ്ചാംഗിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക
മനഃപൂർവമായ ഹൃദയനുറുക്കത്തോടെ വചനത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ ഇരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ശരീരം ഇരുന്നു പോകുന്ന രോഗാവസ്ഥയിൽ സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ മനസ്സ് തകരുന്ന ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ എനിക്കൊരു സഹായക്കാരൻ ഒടുവിൽ ദേഹരഹിതനായി അവനെ കാണത്തക്കവണ്ണം, ഹല്ലേലൂയ, കർത്താവ് നമ്മൾക്ക് അനുവാദം തരികയാണ്. അതിന് നമുക്ക് ഭയം ഉണ്ടായാൽ പോരാ, ഗിൽറ്റ് തോന്നിയാൽ പോരാ. നമുക്ക് ഒരു ജീവിത രൂപാന്തരം വേണം. ചിലതിനെ നമുക്ക് ഉപേക്ഷിക്കണം, ചിലതിനെ സ്വീകരിക്കണം. കർത്താവിനോടുകൂടെ ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ ദൈവം നമുക്ക് തന്നില്ലേ? കണ്ണാടി നമ്മുടെ മുമ്പിൽ പിടിച്ചു തന്നില്ലേ? ആ കണ്ണാടിയിൽ നമ്മുടെ വൈരൂപ്യമുള്ള മുഖം നമ്മൾ കണ്ടു എങ്കിൽ 10,000ങ്ങളിൽ സുന്ദരനായ യേശുവെ, നിന്റെ സൗന്ദര്യമുള്ള രൂപത്തോട് എന്നെ അനുരൂപനാക്കുന്ന നിന്റെ കരുണയ്ക്കായി സ്തോത്രം. കർത്താവും ദൈവവുമേ, ഈ വൈകുന്നേരം തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം ധ്യാനിച്ച അടിയനും നിന്റെ മക്കൾക്കും ദൈവം കൃപ തന്ന കരുണയ്ക്കായി സ്തോത്രം. നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ, നിന്റെ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തെ രാത്രി നീ അയച്ചു കൊടുക്കണമേ. ദർശനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി കർത്താവെ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം തമ്പുരാനെ മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ഞരക്കം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് ഉയരുമ്പോൾ, എന്റെ ദൈവം തമ്പുരാനെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഞരക്കത്തെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനകളായിട്ട് എത്തിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പന്തലിന്റെ കീഴിലുള്ളതിനാൽ സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ ആശീർവദിച്ചാട്ട് അവരുടെ രോഗങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം, ഹല്ലേലൂയ, നിന്റെ മക്കൾക്ക് സൗഖ്യം, അവരുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ ദൈവം തമ്പുരാൻ നിന്റെ മക്കൾക്ക് നൽകിക്കാട്ട് ആർപ്പോടെ, പാട്ടോടെ, സന്തോഷത്തോടെ എന്റെ ദൈവം എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊള്ള കണ്ടുകിട്ടിയതിനേക്കാൾ അധികം സന്തോഷത്തോടെ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധിക സന്തോഷത്തോടെ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ നീ മടക്കി അയക്കണമേ. പ്രാർത്ഥന കേട്ട കരുണയ്ക്ക് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടുപാട സ്തോത്ര കാഴ്ച. Thank you.
സാമാന്യം.